ഒരു മുറി അലോവേര ചെടി മതി കേട്ടോ. വീട്ടില് റോസ് ആണെങ്കിലും ബൊഗൻവില്ല ആണെങ്കിലും നമ്മുടെ ജമന്തിയൊക്കെ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അല്ലേ നമ്മുടെ റോസാ ചെടിയാണെങ്കിലും. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു നല്ലൊരു ചെടിയാണ് നമ്മുടെ ബൊഗൻവില്ല ആണെങ്കിലും അല്ലേ. അപ്പം ഇന്നലെ നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബൊഗൻവില്ലയിൽ വേര് വരുത്തുന്നത്. അപ്പം ഇന്ന് നമുക്ക് റോസാ ചെടിയിൽ നിന്ന് കമ്പെടുത്ത് വേര് വരുത്തുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ബൊഗൻവില്ലയും റോസും എല്ലാം കൂടി മിക്സ് ആക്കി ഇങ്ങനെ കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നല്ല ചൂടാണല്ലോ, ചൂട് സമയത്ത് നമ്മൾ കമ്പുകൾ വേര് വരുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്. എന്നാൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടും അതുപോലെ നല്ലൊരു റൂട്ടിങ് ഹോർമോണും കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രയാസം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് വേര് വരുത്തിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുപ്പിയൊക്കെ വെച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറും വെച്ചിട്ടും നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ റോസിന്റെ കമ്പിൽ വേര് വരുത്തുന്നതെന്ന് വെച്ചാൽ നമുക്കിതാ കമ്പ് ഇതുപോലത്തെ നല്ലൊരു കമ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കമ്പുണ്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു കമ്പാണ്. യെല്ലോ കളറിലുള്ള റോസാണ് കേട്ടോ. നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു റോസാണ്. അപ്പൊ അതിന്റെ അടിവശം ഇതാ ഇതുപോലെ നോട് ആ ഒരു മൊട്ട് പോലെ നിൽക്കുമല്ലോ നമ്മുടെ ഇല്ലേന്റെ ഭാഗം, അവിടെ വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ അടുത്തതും നമ്മൾ ഇതേപോലെ ആ ഒരു നോടിന്റെ അടിവശം നോക്കി കട്ട് ചെയ്യുക കേട്ടോ. അത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു മൊട്ട് പോലെ തടിപ്പ് പോലെ നിൽക്കുമല്ലോ, അതിന്റെ തൊട്ടടിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ വേര് പെട്ടെന്ന് വരും. പിന്നെ ഈ ഒരു ഇലേന്റെ ഒന്നും ആവശ്യമില്ല. ഇല വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ഉണങ്ങി വരും. അപ്പൊ അത് ഉണങ്ങി വീണ് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇല മൊത്തം കളയുക. ഒരു 10-20 ദിവസം ആകുമ്പോഴേക്ക് തളിർപ്പ് ഇല വരും കേട്ടോ. അപ്പൊ എല്ലായിതും നോടിന്റെ അടിവശം നോക്കി ഇങ്ങനെ കറക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലെ കമ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കമ്പും നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊരു ചെറിയൊരു ബ്ലേഡോ കത്തിയോ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് ചുരണ്ടി കൊടുക്കുമ്പോൾ വേര് പിടിക്കാൻ നല്ലതാണ്. അപ്പൊ ഞാനിത് വേണമെങ്കിൽ കുറച്ച് നേരം ക്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഇച്ചിരി വെള്ളം നനച്ചു കൊടുക്കുക. ഇനി ഇതാ ഇതുപോലെ നമുക്ക് നടാൻ വേണ്ടിയിട്ട് നമ്മുടെ അലോവേര, ഞാനിതാ ഇത് വീട്ടിൽ ഞാൻ നട്ടിട്ടുള്ള അലോവേര ചെടി തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്ന് ചെറിയൊരു കഷ്ണം മതി നമുക്ക്, വലിയതൊന്നും വേണ്ട, കുഞ്ഞൊരു കഷ്ണം ഉണ്ടായാൽ മതി കേട്ടോ. ശരിക്കും അതിന്റെ ആ ഒരു ജെല്ലാണ് വേണ്ടത്. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര പറ്റുമോയെന്ന് എനിക്കറിയില്ല. അത് ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്ത് പേഴ്സണൽ വന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വേര് വരുത്താൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അലോവേര കേട്ടോ. അപ്പൊ അലോവേര നിങ്ങൾക്ക് വെറുതെ മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം, നമ്മുടെ അലോവേര എൻ്റെ ആ ഒരു ജെല്ലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ വെള്ളം നിങ്ങളുടെ ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ചാലും നല്ലതായിരിക്കും. പൂക്കൾ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. റൂട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാനും ചെടി വളരാനും പിന്നെ ഫ്ലവർ അതുപോലെ ഇലകൾക്കൊക്കെ നല്ല കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നല്ലൊരു സാധാ ഒരു ചട്ടി എടുത്തു. അതിലേക്ക് ഇതേപോലെ നമ്മുടെ പൊടി മിക്സ് പറഞ്ഞാൽ ഇത് കമ്പോസ്റ്റ് ആണ് കേട്ടോ. ചാണകപ്പൊടി, മണ്ണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കമ്പോസ്റ്റ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ആണ്, ഉള്ളവർക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇത്ര മണ്ണ് ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ഒരു അലോവേരേൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ കറക്റ്റായിട്ടാണ് വെച്ച് കൊടുക്കുക കേട്ടോ സെൻറ്ററിൽ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു റോസിൻ്റെ കമ്പുകളെല്ലാം കുത്തി നിരത്തിയാണ് വെച്ച് കൊടുക്കുക. അപ്പം നമുക്കൊരു ചട്ടിയിൽ തന്നെ ഒരു 10 കമ്പ് വെച്ചിട്ടാണ് നട്ട് വയ്ക്കുക. ആ 10 കമ്പിലും കറക്റ്റായിട്ട് വേര് പിടിക്കും കേട്ടോ. ആ വേര് വന്നിട്ട് നിങ്ങൾക്ക് പിന്നെ അതൊന്ന് മെല്ലെ തട്ടിയെടുത്തിട്ട് വലിച്ചെടുക്കരുത്. മെല്ലെ ഈ ഒരു ചട്ടി ഇങ്ങനെ കമത്തി മെല്ലെ എടുത്തിട്ട് അതൊന്ന് ഓരോന്ന് വിടിയിച്ച് സാവധാനം വിടിയിച്ചെടുത്തിട്ട് നല്ല നല്ല ചട്ടിയിലേക്കാണ്ട് വെച്ച് കൊടുത്താൽ മതി. നല്ല പോട്ട് മിക്സ് റെഡി ആക്കിയിട്ടാണ് വെച്ച് കൊടുത്താൽ മതി. അപ്പം അത് പിടിക്കാതിരിക്കുകയോ കരിഞ്ഞു പോവേ ഉണങ്ങിപ്പോവേ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം വേര് വന്നാൽ പിന്നീട് പിടിക്കാൻ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പം എല്ലാം നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധാരണ മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ നനച്ചു കൊടുത്തിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കുക. പിന്നീട് ആ പ്ലാസ്റ്റിക് കവർ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നിങ്ങൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നട്ടന്ന് നമ്മൾ നല്ലതുപോലെ നനച്ച് പ്ലാസ്റ്റിക് കവറോ കുപ്പിയോ വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തുള്ളികൾ ആ ഒരു കുപ്പിയിലും പ്ലാസ്റ്റിക് കവറിലൊക്കെ നിറഞ്ഞു നിൽക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ ആ ഒരു ചെടിക്ക് വേണ്ട വെള്ളം ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് തന്നെ ആ ഒരു നമ്മുടെ ചെടീൻ്റെ കമ്പനി കിട്ടും. അപ്പോൾ നിങ്ങൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 20-25 ദിവസം ആകുമ്പോഴേക്ക് കുഞ്ഞു തളിർപ്പുകൾ വരും. ഒരു 60-90 ദിവസം ആകുമ്പോഴേക്ക് ഫുള്ളായിട്ട് വേര് പിടിച്ച് അത്യാവശ്യം ഇല്ലൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കും. അപ്പം നിങ്ങൾക്ക് മാറ്റി നടാം കേട്ടോ. അപ്പോൾ ഒരു കലണ്ടറിലൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി, എന്നിട്ട് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ എൻ്റെ റോസിൻ്റെയും ബൊഗൻവില്ലേൻ്റെ ഒക്കെ കമ്പിൽ വേര് വരുത്തിയെടുക്കുന്നത്. ഇത് ഫാസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്, യാതൊരു പ്രയാസമില്ല. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാലാവസ്ഥയെ സമയം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഏത് സമയത്തും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേര് വരുത്തുന്നത്. ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ അലോവേര ചെടി അലോവേരേൻ്റെ ഒരു ഇതുപോലെ ഒരു കഷ്ണം എടുക്കുക. ഇനി അതല്ലെങ്കിൽ വീട്ടിൽ തേനും മഞ്ഞളും ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് റൂട്ടിങ് ഹോർമോൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ വളക്കടയിലൊക്കെ ഉണ്ടാവും. അപ്പം അത് വാങ്ങിച്ചാലും മതി. ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി ചെടികൾക്ക് നമുക്ക് വേര് വരുത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അത് സിമ്പിളാണ് ചെയ്യാൻ, ഒരുപാട് പ്രയാസമില്ലാതെ തന്നെ ചെടികൾക്ക് വേര് പിടിക്കാൻ കുറച്ച് താമസമാണ്. പ്രത്യേകിച്ച് റോസ് ബൊഗൻവില്ലൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും, അടിവശം പെട്ടെന്ന് ബ്ലാക്ക് കളറാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റിൽ തന്നെ വേര് വരുത്താൻ പറ്റും കേട്ടോ. ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ പിന്നീട് എടുത്ത് നോക്കിയേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഭാഗത്തേക്കേ ശ്രദ്ധിക്കേണ്ട. പിന്നെ അത് വെച്ച് കൊടുക്കേണ്ടത് വെയിലത്തല്ല, നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം. കുറച്ച് ഇരുടുള്ള തണുപ്പ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. ഓവർ വെയിലുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ ചെറിയൊരു താമസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് കേട്ടോ കവറിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടച്ചു വെക്കുന്നത്. അങ്ങനെ വെച്ച് വിചാരിച്ച് യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.